സൺഡേ ശാലോം പ്രേക്ഷകർക്ക് എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവർഷത്തിൻ്റെയും മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ക്രിസ്മസ് നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. സമാധാനവും സന്തോഷവും ഈ വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. എന്തെന്നാൽ തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3:16. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ രൂപമാണ് പുൽക്കൂട്ടിൽ ജാതനായ ഉണ്ണി യേശു. അവിടുന്ന് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരികയാണ്. നമുക്ക് ഈശോയെ സ്വീകരിക്കാം. എന്ത് ആഹ്ലാദവും സന്തോഷവുമാണ് അന്തരീക്ഷം മുഴുവനും അലയടിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ വീടുകളിലെല്ലാം നക്ഷത്ര വിളക്കുകൾ നമ്മൾ തൂക്കി. ക്രിസ്മസ് പപ്പായെ നമ്മൾ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. പുൽക്കൂടുണ്ടാക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാം തയ്യാറാകുകയാണ്. നമുക്ക് ആഹ്ലാദത്തിൻ്റെ നിമിഷങ്ങളാണ് വരുന്നത്. ഒരു രക്ഷകനെ കടന്നു വന്ന അവസരം. റോമിൽ ഈ വർഷം ജൂബിലിയുടെ വർഷമായിട്ട് മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുകയല്ലേ. മനുഷ്യാവതാരത്തിൻ്റെ ജൂബിലി. ഓരോ 25 വർഷം കൂടുമ്പോഴും ആഘോഷിക്കുന്ന ജൂബിലി നമുക്കത്ര സന്തോഷം നൽകുന്നതാണ്, വലിയ ആഹ്ലാദം നൽകുന്നതും പ്രത്യാശയുടേതാണ്. നമ്മുടെ കുട്ടിക്കാലത്ത് ക്രിസ്മസ് ആഘോഷങ്ങൾ എത്ര മനോഹരമായിരുന്നു. ഇതുപോലെ ഇന്ന് ഉള്ളതുപോലെ എല്ലാ വീടുകളിലൊന്നും പുൽക്കൂട് ഉണ്ടാക്കാറില്ലായിരുന്നു. വീടുകളിൽ ക്രിസ്മസ് നക്ഷത്രങ്ങൾ തൂക്കുന്നതും അത്ര പോപ്പുലർ ആയിരുന്നില്ല. എങ്കിലും നമ്മൾ വീടുകളിൽ ക്രിസ്മസിന് ഒരുക്കമായിട്ട് കാട്ടിലേക്ക് പോയി ഓട വെട്ടിക്കൊണ്ടുവന്ന് ആ ഓട കൊണ്ട് കടലാസ് പുറമേ നിന്ന് വാങ്ങി, വെള്ളക്കടലാസ് വാങ്ങി ആ ഓട കൊണ്ട് നക്ഷത്രമുണ്ടാക്കി കടലാസ് അതിൽ പശ കൊണ്ട് ഒട്ടിച്ചിട്ട് അത് തൂക്കുമ്പോൾ അതിലെന്തൊരു വലിയ ഒരു സന്തോഷമാണ് ലഭിക്കുന്നത്. വലിയ ആഹ്ലാദം ലഭിക്കുകയാണ്. ഇടവകയിലുള്ള പുൽക്കൂട് നിർമ്മിക്കുന്നതിന് കുട്ടികൾക്കായിട്ടുള്ള ഞങ്ങൾക്കൊക്കെ ആയിരുന്നു അതിനുള്ള അവസരങ്ങൾ. എല്ലാവരും കൂടി പുൽക്കൂട് നിർമ്മിക്കും. വളരെ ചെറിയ ഇടവക, വളരെ കുറഞ്ഞ സാഹചര്യങ്ങൾ. എങ്കിലും പുൽക്കൂടിൻ്റെ നിർമ്മാണവും അതിൻ്റെ പ്രവർത്തനങ്ങളും എത്ര മനോഹരമായിരുന്നു. എല്ലാവരും കൂടെ പുൽക്കൂടുണ്ടാക്കുക എന്നാൽ 2 ദിവസം, അവധിക്കാലമാണല്ലോ, 2 ദിവസം 3 ദിവസത്തെ അധ്വാനം. ഒരു സാധാരണ പുൽക്കൂട് ഇന്ന് കാണുന്നത് പോലെ ഹൈടെക് പുൽക്കൂടുകൾക്കൊന്നുള്ള സാധ്യതകൾ വളരെ കുറവ്. കുടിയേറ്റത്തിൻ്റെ ആരംഭ കാലഘട്ടങ്ങളിൽ വളരെ ചെറിയ പരിമിതികളേ ഉള്ളൂ. അപ്പോൾ ചെറിയ സൗകര്യങ്ങളേ ഉള്ളൂ. അത്തരം പുൽക്കൂടുകൾ നമ്മൾ രൂപപ്പെടുത്തുകയാണ്. അങ്ങനെ പുൽക്കൂടെല്ലാം തയ്യാറാക്കി കഴിഞ്ഞ് അവിടെ എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ നടത്തി കഴിഞ്ഞു. എന്നാൽ എവിടെയോ ഒരു ചെറിയ പാകപ്പിഴവിൽ അതെല്ലാം ഒരു നിമിഷം കൊണ്ട് അലങ്കാരങ്ങളും എല്ലാം കത്തി അമർന്നത് ഓർക്കുകയാണ്. അവിടെ എല്ലാം ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങി എല്ലാവരും കടന്നു വരികയാണ്. പക്ഷേ അതിൻ്റെ പ്രധാന ഭാഗങ്ങളെല്ലാം അവിടെ കത്തിപ്പോയി. പക്ഷേ വികാരിച്ചൻ വന്നിട്ട് വളരെ സന്തോഷത്തോടുകൂടെ പറയുക, സാരമില്ല, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച നിമിഷങ്ങൾ എപ്പോഴും ഓർമ്മയിൽ നിൽക്കുകയാണ്. എത്ര മനോഹരമാണ് ക്രിസ്മസ് എന്നാൽ. ആ വികാരിയച്ചനാണെന്ന് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. കാരണം എല്ലാവരും വരുമ്പോൾ ഏറ്റവും നല്ല പുൽക്കൂടെന്ന് പറയേണ്ടതായിരുന്നല്ലോ. എന്നാൽ ആ സാഹചര്യങ്ങളിൽ, പരിമിതമായ സാഹചര്യങ്ങളിൽ നമ്മൾ ഉണ്ടാക്കിയ ആ പുൽക്കൂട് കത്തിപ്പോകുമ്പോഴും സ്നേഹത്തിൻ്റെ ഒരു സന്ദേശവുമായിട്ട് വികാരിയച്ചൻ അടുത്തെത്തി സാരമില്ലെന്ന് പറയുകയും പള്ളിയിൽ എല്ലാവരും കേൾക്കെ എല്ലാവരോടും നമുക്കെന്താണ് സംഭവിച്ചതെന്ന് പങ്കുവെക്കുകയും ചെയ്യാനുള്ള മനസ്സ്, അതാണ് ക്രിസ്മസ് എന്ന് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. നമുക്ക് ഈ ക്രിസ്മസ് കാലവും നമുക്ക് നൽകുന്ന സന്ദേശം മറ്റൊന്നല്ല. ഒരുപക്ഷെ നമ്മൾ വിചാരിച്ചതുപോലെ ആയിരിക്കില്ല. ജീവിതം വളരെ ഭംഗിയായിട്ട് കെട്ടിപ്പടുക്കാൻ എല്ലാം പരിശ്രമിച്ച് കൊണ്ടുവരിക. പക്ഷേ ദൈവത്തിന് ഒരു നിമിഷം കൊണ്ടായിരിക്കും അത് കത്തിക്കുന്നത്. അതിൽ നമ്മൾ നഷ്ടധൈര്യരാകേണ്ട. ഒരു ക്രിസ്മസിൻ്റെ സന്ദേശം പോലെ വികാരിയച്ചൻ പറയുന്നു, സാരമില്ല, നമുക്ക് ഇനിയും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമുക്ക് ക്രിസ്മസ് നൽകുന്ന ഈ വലിയൊരു സന്ദേശം പ്രത്യാശയുടേതാണ്, പ്രതീക്ഷയുടേതാണ്. ദൈവം നമ്മുടെ കൂടെയുണ്ട്, ഇമ്മാനുവേൽ. അപ്പോൾ വികാരിച്ചനായിരുന്നു അന്ന് ഞങ്ങളുടെ ഉണ്ണിയേശു എന്ന് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. നമുക്ക് അനുദിന ജീവിതത്തിൽ ക്രിസ്മസ് അനുഭവിക്കുന്നത് മറ്റുള്ളവരോടുള്ള സഹാനുഭൂതിയിലാണ്. അബദ്ധങ്ങളിലൂടെ, അപകടങ്ങളിലൂടെ, ശ്രദ്ധക്കുറവിലൂടെ
ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കും. എന്നാൽ സമചിത്തതയോടെ അതിനെ സമീപിക്കാൻ സാധിക്കുമ്പോൾ ഒന്നും അവസാനിച്ചിട്ടില്ല, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതാണ് ക്രിസ്മസ്. ഈ ക്രിസ്മസും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ അഗസ്തീനോസിന് ഒരു ക്രിസ്തു ജനിച്ച സംഭവം, വലിയൊരനുഭവം. അദ്ദേഹം കേൾക്കുകയാണ് ദൈവത്തിൻ്റെ വചനം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ വാക്യങ്ങൾ വിശുദ്ധൻ കേൾക്കുകയാണ്. ഇതാ നിദ്ര വിട്ടുണരേണ്ട സമയമായി, രക്ഷ നമുക്കാർക്കും പ്രതീക്ഷിച്ചതിനേക്കാൾ അടുത്തെത്തി, അന്ധകാരം കഴിയാറായിരിക്കുന്നു, പകൽ സമീപത്തെത്തി. പകലിന് യോജിച്ച വിധത്തിലുള്ള ആയുധങ്ങൾ ധരിക്കുവിൻ. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചയിലോ വിഷയാസക്തിയിലോ അസൂയയിലോ കലഹങ്ങളിലോ കോപത്തിലോ നിങ്ങൾ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. ഇതാ നിദ്ര വിട്ടുണരേണ്ട സമയമായിരിക്കുന്നുവെന്ന് വിശുദ്ധ അഗസ്തീനോസ് കേൾക്കുമ്പോൾ പുതിയൊരു മനുഷ്യനായിത്തീരുക, ക്രിസ്തു അവനിൽ ജനിക്കുകയാണ്. നമ്മോടും ആഹ്വാനം ചെയ്യുന്നത് മറ്റൊന്നല്ല, സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചയിലോ വിഷയാസക്തിയിലോ അസൂയയിലോ കോപത്തിലോ കലഹങ്ങളിലോ നിങ്ങൾ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ. ശാലോം പ്രേക്ഷകർക്കെല്ലാം ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും.